സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മെ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമയം നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നവരെയും നമ്മോടൊപ്പം ഓൺലൈനിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെയും മനസ്സിൽ കണ്ട് നാം എല്ലാവരുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവകരുണ വർഷിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറ്റെന്തിനേക്കാൾ നമുക്കെല്ലാവർക്കും ഇന്ന് ആവശ്യമായ ഒരു കാര്യം ഈ കരുണ ദൈവത്തിൽ നിന്നും ഏറ്റെടുക്കുക, ഈ കരുണ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദിവ്യകാരുണ്യനാഥനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ അൾത്താരയിൽ കണ്ട് നമുക്ക് അല്പസമയം ആ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ദൈവമക്കളായി ഞങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയല്ലോ. കർത്താവേ, അങ്ങയുടെ കരുണ ധ്യാനിക്കുവാനും ആ കരുണ സ്വീകരിക്കുവാനുമായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയല്ലോ. അവിടുത്തെ വാത്സല്യത്തിന് കാരുണ്യത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കൃപ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ സമയത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും ദൈവകരുണ പ്രാപിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ്. അത് ഇപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സംഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കിരിക്കാം. അല്പസമയം നമ്മൾ വചന വെളിച്ചത്തിൽ ദൈവ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുവാൻ വളരെ ഉറപ്പുള്ള ഒരു മാർഗം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവകരുണ പ്രാപിക്കുന്നതിന് ഉറപ്പുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഈ മാർഗം കാണാൻ പറ്റും. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിലാണ് നമ്മൾ കാണുക. പുറപ്പാട് 20-ന്റെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആ സ്നേഹത്തെ പ്രതി ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ തലമുറയിൽ സംഭവിക്കുന്നൊരു കാര്യം, ദൈവം തൻ്റെ കരുണ വർഷിക്കും. പറയുണ്ട്, ദൈവം കാരുണ്യവാനാണ് എന്നതിന് സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിർത്തി വരമ്പുകളില്ല. ഈ കരുണ പ്രാപിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല, 3-4 തലമുറ വരെ, 1000 തലമുറ വരെ പോലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നുള്ളത് ഈ വചനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വചന വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരുണ പ്രാപിക്കാനുള്ള ആ വഴിയിലേക്ക് എത്തി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം കൂടി എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 1:10 നമ്മൾ കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവ കരുണ ലഭിക്കും. അതുപോലെ തന്നെ പ്രഭാഷകൻ 1:10 പറഞ്ഞിരിക്കുന്നത് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തെ
സ്നേഹിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് ചെറുതാണോ വലുതാണോ അതനുസരിച്ച് ദൈവകരുണയുടെ അളവിൽ വ്യത്യാസമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ആ കരുണ നമ്മൾ അനുഭവിക്കുന്നത്, പ്രാപിക്കുന്നത് അതിൽ വ്യത്യാസമുണ്ടാകും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് മാറും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ദൈവകരുണ നമ്മളിൽ നിറഞ്ഞു കവിയാൻ നമ്മൾ ചെയ്യേണ്ടത് ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു കവിയണം. ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ നിറഞ്ഞു കവിയാൻ നമ്മൾ ചെയ്യേണ്ടത് ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു കവിയണം. അങ്ങനെയുള്ളവരിൽ ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം അത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 20 വചനം എടുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന മറ്റൊരു നേട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഭാരം കുറഞ്ഞിരിക്കും. കാണാൻ സാധിക്കും, പല വിശുദ്ധരും ഒരുപോലെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പ്രാർത്ഥന കൂടുമ്പോൾ ആകുലത കുറയും. പ്രാർത്ഥന കുറയുന്നവരിലാണ് ആകുലത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആകുലത അവരുടെ മനസ്സിൽ ഉയർന്നു വരിക. ഈ ആകുലത കുറയാൻ ഏറ്റവും നല്ലത് പ്രാർത്ഥന കൂട്ടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ ഭാരം കുറയുന്ന അനുഭവമുണ്ടാകും. ഇവിടെ ഈ ഉൽപ്പത്തി 29-20 വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യാക്കോബിനെ കുറിച്ചും റാഹേലിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. റാഹേലിനെ പ്രണയിച്ചവനാണ് യാക്കോബ്. ഇനി അതിൻ്റെ പേരിൽ റാഹേലിൻ്റെ അപ്പന് വേണ്ടി 7 വർഷം ഒരടിമയെപ്പോലെ പണിയെടുക്കുന്ന യാക്കോബിനെ കാണാൻ പറ്റും. നമ്മൾ കാണുകയാണ് 7 വർഷം കടന്നു പോയത് ഏതാനും ദിവസങ്ങൾ പോലെയാണ്. കാരണം അവന് അവളോടുണ്ടായിരുന്ന സ്നേഹം. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റും, ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ശുദ്ധമായ സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നാൽ അതൊന്നും ഭാരമായിട്ട് തോന്നത്തില്ല. ഇനി ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുന്നത്, ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഇതെല്ലാം അതിഭയങ്കരമായിട്ടുള്ള സഹനങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ദൈവത്തോട് വേണ്ടത്ര സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. പറയുന്നുണ്ട്, സ്നേഹം വളരുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഭാരമായി തോന്നില്ല എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 34 അധ്യായം 19 വചനം വളരെ വിലയേറിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. പ്രഭാഷകൻ 34:19 അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്. പലതും അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ശക്തമായ സംരക്ഷണമായിട്ട് മാറും. ഇപ്പം നമുക്കൊരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, അരക്ഷിതത്വം നേരിടുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം വളരേണ്ടതുപോലെ വളർന്നിട്ടില്ല എന്നതായിരിക്കാം അതിൻ്റെ സൂചന. ദൈവത്തെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ആ ദൈവം നമുക്ക് ശക്തമായ സംരക്ഷണമായിരിക്കും. ഉറപ്പുള്ള താങ്ങ്, ചുടുകാറ്റിൽ അഭയം, പൊരിവെയിലിൽ തണല്, ഇടറാതിരിക്കാൻ സംരക്ഷണം. ഇതെല്ലാം ഈ ഒറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്ന ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. പറയുന്നുണ്ട്, ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സൽഫലമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വലിയ പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയായിരിക്കാം, പക്ഷെ നമുക്കവിടെ ദൈവം ആശ്രയമായിട്ട്, ദൈവം സംരക്ഷണമായിട്ട്, ദൈവം നമുക്ക് തണലായിട്ട്, തുണയായി നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഈ വചനത്തിൻ്റെ ഒരു സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 കൊറിന്തോസ് 13:4 മുതൽ വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹത്തിൽ വളർന്നവർ
പരാതി പരിഭവം പറയുന്നതിനേക്കാൾ നിശബ്ദതയിൽ ആ സഹനം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കും. നമ്മുടെ ഈ ചെറിയ ചെറിയ സഹനം പോലെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ സ്നേഹം വളർന്നിട്ടില്ല. കാരണം വചനം പറയാണ്, സ്നേഹം സകലതും സഹിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്നിൽ സ്നേഹം വളർന്നു നിൽക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടം വരെ നമ്മൾ കണ്ടത്. ഇനി ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരിലേക്കാണ് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം കടന്നു വരിക. പറയുന്നുണ്ട്, ദൈവത്തെ അറിയാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ദൈവത്തെ അറിയാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നുണ്ട്, ആരാണ് ശരിക്കും ദൈവത്തെ അറിഞ്ഞവരും അറിയാത്തവരും? ദൈവത്തെ അറിയാത്തവരാണ് വിജാതീയർ. ദൈവത്തെ അറിഞ്ഞവരെ സ്വജാതീയരുടെ ഗണത്തിൽപ്പെടുത്തുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞവർ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നാം ശരിക്കും ദൈവത്തെ അറിഞ്ഞവരാണോ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ, അതനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദൈവത്തെ അറിയാൻ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയേണ്ടത്? അതും വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 55 6-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തെ അറിയാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കുക. ചിലരുടെ ഒരു സ്വഭാവം, പ്രാർത്ഥന അവർ മാറ്റിവെക്കും. ഇന്ന് ചില സൗകര്യമുണ്ട്, നാളെ പ്രാർത്ഥിക്കുക. മാനസാന്തരം അവർ മാറ്റിവെക്കും. ഇന്നൂടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഒരാഴ്ചയും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോമ്പുകാലം തുടങ്ങിയിട്ട് പാപം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അനുദവിക്കാം. അങ്ങനെ മാറ്റിവെക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഈ മാനസാന്തരം മാറ്റിവെച്ചാൽ ചിലപ്പോൾ നടക്കാതെ പോകുമെന്നാണ് പറഞ്ഞു. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്നത്, മാനസാന്തരപ്പെടുന്നത്, സൽപ്രവൃത്തികൾ ചെയ്യുന്നത് നാളെയിലേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ, അങ്ങനെയുള്ളവർ ദൈവത്തെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ജെറമിയ 29:13 വായിച്ചാൽ, ജെറമിയ 29:13 അവിടെ പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും. നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ചോ നമ്മുടെ സൗകര്യം അനുസരിച്ചോ പോകുമ്പോഴല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവർ ദൈവത്തെ കണ്ടെത്തും. ഇനി ഇതിന് പ്രത്യേക കാലങ്ങളൊന്നുമില്ല. എല്ലാ കാലത്തും നമുക്ക് ആവശ്യമായതാണ് ദൈവത്തിൻ്റെ സഹായം. അതിന് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരാകുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ ഒരു ഗണത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്കും ദൈവകരുണയുടെ ഒരഭാവം വരില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതാണ് നിമിഷങ്ങളുടെ നിശബ്ദതയിൽ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരസ്പര സ്നേഹത്തിൽ കോർത്തിണക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിത വിശുദ്ധിയിൽ ഉത്തരോത്തരം വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും